നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ വധിക്കേണ്ട 977 പേരുടെ ഹിറ്റ് ലിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയതായി NIA. ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ അധികവും RSS BJP നേതാക്കളാണ്. മൂന്നിടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഹിറ്റ് ലിസ്റ്റിൽ RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുടെയും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികലയുടെയും പേരുകൾ ഉൾപ്പെട്ടിരുന്നു. പട്ടികയിൽ ഉൾപ്പെട്ട റിട്ടയർഡ് ജഡ്ജി ആലുവ സ്വദേശിയാണ്. ആലുവ സ്വദേശികളായ മറ്റ് 2 പേരെക്കുറിച്ചും ഹിറ്റ് ലിസ്റ്റിൽ പരാമർശമുണ്ട്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ, സഹീർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തപ്പോഴാണ് NIA ഈ വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, ഇതൊരു ഞെട്ടിപ്പിക്കുന്ന പട്ടികയാണ്. 977 പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അവരെ വധിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്നു. ഇത്തരം ഈ ഒരു ലിസ്റ്റ്, ഈ 977 പേരെ ഹിറ്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തി അവരെ വധിക്കാനുള്ള തീരുമാനം PFI നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ് NIAക്ക് ലഭിച്ചത്? എന്തൊക്കെയാണ് ഈ NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? PFI കേസുകളുമായി ബന്ധപ്പെട്ട് ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത്, പ്രതികളുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വാദം കോടതിയിൽ NIA ഉന്നയിക്കുന്നത്. അതായത് 3 വർഷമായി ജയിലിൽ തന്നെയാണ് എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. കേസിന്റെ വിചാരണ അവസാനിച്ചിട്ടുണ്ട്, ഇനിയെങ്കിലും തങ്ങൾക്ക് ജാമ്യം നൽകണം എന്ന് ആയിരുന്നു ഹർജിക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതേസമയം ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇന്ന കാരണങ്ങളുണ്ട് എന്ന് NIA നിരത്തുകയും ആ കാരണങ്ങൾ 977 പേരുടെ ഹിറ്റ് ലിസ്റ്റാണ് PFI തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഹിറ്റ് ലിസ്റ്റിൽ ഒരു മുൻ ജഡ്ജി, ജില്ലാ ജഡ്ജി ഉൾപ്പെടെയുള്ളവരുടെ പേരുണ്ട്, സാമൂഹ്യ രംഗത്തെ നേതാക്കളുടെ പേരുണ്ട്, അതുപോലെ ആക്ടിവിസ്റ്റുകളുടെ പേരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുടെ പേരുണ്ട്. അങ്ങനെ നിരവധി പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നും 500ഓളം പേരുടെ ലിസ്റ്റാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസിൽ നിന്നും കണ്ടെത്തിയത് 5 പേരുടെ പേരടങ്ങുന്ന ലിസ്റ്റാണ്. അതുപോലെ 232 പേരുടെ ലിസ്റ്റും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ സമയം പെരിയാർ വാലി ക്യാമ്പസ് PFIയുടെ ആയുധ പരിശീലന കേന്ദ്രമാണെന്നും NIA നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് UAPA നിയമപ്രകാരം ഇത് സീസ് ചെയ്തിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ അതായത് കേരളത്തിൽ ഞെട്ടിച്ച ആക്രമണങ്ങൾ, കൊലപാതകം, ഇതൊക്കെ PFIയുടെ ലിസ്റ്റിലേക്ക് വരികയും ഭീകരവാദത്തിന് പ്രയോറിറ്റി നൽകി, അല്ലെങ്കിൽ ഭീകരവാദത്തെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ അത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് കൈപ്പറ്റിയും ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിവരികയുമാണ് PFI എന്നുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു 2022 PFIയെ നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. 2022 മെയ് മാസത്തിലാണ് NIA ഈ PFIയെ നിരീക്ഷിച്ചു തുടങ്ങിയത്. അതിനുശേഷം അതേ വർഷം തന്നെ ശ്രീനിവാസൻ കൊലക്കേസും NIA ഏറ്റെടുക്കുകയുണ്ടായി. ഈ അന്വേഷണത്തിനൊടുവിൽ ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് PFI ഇത്തരത്തിലൊരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുണ്ട്, അതുപോലെ തന്നെ ഒരു മുൻ ജില്ലാ ജഡ്ജിയുണ്ട്. ഇങ്ങനെ ഒരു വലിയ പാനൽ തന്നെ തയ്യാറാക്കിക്കൊണ്ട് തന്നെ ഇപ്പോഴും PFIയുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്, റിപ്പോർട്ടിംഗ് വിങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ചില ആളുകളുടെ ഈ ജാമ്യ ഹർജിയുമായി കോടതിയിൽ എത്തിയവരുടെ തന്നെ കയ്യിൽ തന്നെ, അത് അവരുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. NIA 2047 ഇസ്ലാമിക രാഷ്ട്രമെന്നൊരു സ്വപ്നം ഇന്ത്യയെ വെച്ചുകൊണ്ട് അത്തരത്തിലൊരു സ്വപ്നമാണ് PFI കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ 2047 പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് PFI ലക്ഷ്യമിടുന്നത് എന്ന് 2022 തന്നെ ബീഹാറിൽ വെച്ച് തന്നെയാണ് ഈ ഒരു കേന്ദ്രം കണ്ടെത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളൊടുവിലാണ് കേരളത്തിലെത്തുന്നതും PFIയെ നിരോധിത സംഘടനയായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതും. അങ്ങനെയാണ് കേരളത്തെ ഞെട്ടിച്ചത് കൈവെട്ട കേസും. അതുപോലെ സൂചിപ്പിച്ചതുപോലെ PFI നിരോധനത്തിന് ശേഷവും PFIയുടെ ഒരു സ്ലീപ്പർ സെല്ല് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്? അതിനൊരു സംഘടിത സ്വഭാവമുണ്ടോ? ആരാണ് അതിനെ നിയന്ത്രിക്കുന്നത്? കാരണം PFIയുടെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജയിലിലാണ്, പല കേസുകളുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ജയിലിലുണ്ട്. ആരാണ് ഇപ്പോൾ ഈ
ഈ ഒരു സമാന്തര സംവിധാനത്തെ, അതായത് PFI നിരോധനത്തിന് ശേഷമുള്ള ഈ സമാന്തര സംവിധാനത്തിന് നേതൃത്വം നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ NIAക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ആജ്ഞ? തീർച്ചയായിട്ടും ടോം, അത്തരം സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വ്യക്തമായ വിവരത്തെ തുടർന്ന് തന്നെയാണ് PFI NIA ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നത്. ഇത്തരം PFI തയ്യാറാക്കിയിട്ടുള്ള ഹിറ്റ് ലിസ്റ്റുകളിലേക്ക് എത്തിപ്പെടുന്നതും അങ്ങനെയാണ് എന്നാണ് NIA കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ പ്രതികൾക്കെതിരെ സത്യസന്ധമായ കാരണങ്ങളാണ് NIA ചൂണ്ടിക്കാട്ടിയത് എന്നാണ് NIA സ്പെഷ്യൽ കോടതി ജഡ്ജ് മോഹൻദാസ് വിലയിരുത്തുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ഇപ്പോൾ പരിഗണിക്കാനാകില്ല. പ്രത്യേകിച്ചും 3 വർഷമായി തങ്ങൾ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ജാമ്യം നൽകണം. കേസിന്റെ വിചാരണ തന്നെ അവസാനിക്കാറായി, ആ കാലഘട്ടം തന്നെ അവസാനിക്കാറായി. 3 വർഷമായി നിരന്തരമായി ജയിലിൽ കിടക്കുകയാണ് ജാമ്യം ലഭിക്കാതെ. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണം. തങ്ങൾ ഈ കേസിൽ നിരപരാധികളാണ്, തങ്ങൾക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു PFI നേതാക്കൾ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. പക്ഷേ സത്യസന്ധമായി ഇതിൽ NIAയുടെ ലിസ്റ്റുകളിൽ ഒരു ഗൗരവകരമായുള്ള റിപ്പോർട്ടാണ് NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റുകൾ അങ്ങേറ്റം പ്രൊട്ടക്റ്റീവ് വിറ്റ്നസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് പുറത്തുവിടാനാകില്ല എന്നും കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നിന്ന് NIA ഈ ലിസ്റ്റുകൾ തന്നെ പുറത്തുവിടാത്തത്. ഇവരുടെ ജീവന് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്നുള്ള ഒരു മുൻവിധി കൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഈ 977 പേരടങ്ങുന്ന ഹിറ്റ് ലിസ്റ്റ് PFIയുടെ കയ്യിൽ നിന്നും കണ്ടെത്തുമ്പോൾ, വിവിധ ആളുകളിൽ നിന്നായി കണ്ടെത്തുമ്പോൾ, അത് വധശ്രമത്തിനോ അല്ലെങ്കിൽ അവർക്ക് നേരെ ആക്രമണം ഉന്നയിക്കാനോ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ള കാര്യമാണ് NIA കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് NIA സ്പെഷ്യൽ കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം NIAയുടെ ഭാഗത്തൊന്നും ഉണ്ടായത്. എന്തായാലും PFI നിരോധിത സംഘടനയാണ്. PFIയുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അത്തരത്തിൽ തന്നെ ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിനായി വിദേശത്തു നിന്നും ഫണ്ടുകൾ വാങ്ങി അത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന വ്യാജേന ഇവിടെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ PFI നിലകൊള്ളുന്നത് എന്ന് തന്നെയാണ് NIA വ്യക്തമാക്കുന്നത്. സ്ലീപ്പർ സെല്ലുകളും അതുപോലെ നിരവധി റിപ്പോർട്ടിംഗ് വിങ്ങുകളുമുണ്ട്. റിപ്പോർട്ടിംഗ് വിങ്ങിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഇപ്പോൾ കേസിലെ 4 പ്രതികളിൽ ഒരാളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ PFIയുടെ ഈ ജാമ്യ ഹർജി, അതായത് PFI പ്രവർത്തകർക്കെതിരായ ജാമ്യ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ടായിരുന്നു NIA കോടതിയിൽ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ PFIയുടെ എതിരെ, അതായത് PFI തയ്യാറാക്കിയിരുന്ന ഹിറ്റ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഗുരുതരമായ ആരോപണമാണ് PFIക്കെതിരെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ സത്യമുണ്ട് എന്ന് വായിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് കോടതി ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതി സിറാജുദ്ദീനിൽ നിന്നാണ് ഒരു പട്ടിക ആദ്യം NIAക്ക് ലഭിക്കുന്നത്. അതിൽ 240 പേരുടെ, അതായത് PFIയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള 240 പേരുടെ പട്ടികയായിരുന്നു അതിലുണ്ടായിരുന്നത്. ആലുവ പെരിയാർ വാലിയിലെ PFI ഓഫീസിൽ നിന്ന് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട 5 പേരുടെ പേരുകൾ കിട്ടി. അറസ്റ്റിനായ അയൂബിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് 500 പേരുടെ പട്ടികയാണ്. പെരിയാർ വാലിയിൽ നിന്ന് 232 പേരുടെ പട്ടിക ലഭിക്കുന്നു. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് NIA വിശദമായ അന്വേഷണം നടത്തുന്നത്. ഇത് കൊലപ്പെടുത്താൻ വേണ്ടി PFI ആസൂത്രിതമായി കൊലപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കിയ പട്ടികയാണ് ഇതെന്ന് NIA വ്യക്തമാക്കുന്നുമുണ്ട്. ആജ്ഞയിലേക്ക് ആജ്ഞ, ഇവിടെ പല PFI നേതാക്കളുടെയും വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നുമാണ് ഈ പട്ടികകൾ പൂർണ്ണമായി ലഭിച്ചിരിക്കുന്നത്. ഇതിൽ BJP നേതാക്കളുണ്ട്, റിട്ടയർഡ് ജഡ്ജിയുണ്ട്, മറ്റാരൊക്കെയുണ്ട്. അതായത് ഈ രാഷ്ട്രീയ, പ്രത്യേകിച്ചും PFIയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ എതിരാളികളാണ് RSSും BJPയും. സ്വാഭാവികമായും അതിനപ്പുറം ഒരു ജഡ്ജി, റിട്ടയർഡ് ജഡ്ജി, ജില്ലാ ജഡ്ജിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട്. ആരൊക്കെയാണ്, അതായത് RSS BJP നേതാക്കൾക്കപ്പുറം ആരുടെയൊക്കെ പേരാണ് ഹിറ്റ് ലിസ്റ്റ് ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും കോടതിയിൽ സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ NIA സൂചിപ്പിക്കുന്നുണ്ടോ?
ആക്ടിവിസ്റ്റുകൾ, രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹിക നേതാക്കൾ തുടങ്ങിയ ആളുകളെയൊക്കെ ചേർത്ത് തന്നെയാണ് ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും PFIയെ എതിർത്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമാകുന്ന ആളുകളൊക്കെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ 1000-ഓളം പേർ ആ ഹിറ്റ് ലിസ്റ്റിൽ പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിൽ ജില്ലാ ജഡ്ജിയുടെ മുൻ ജില്ലാ ജഡ്ജികൾ ഉണ്ട്, ആൽവ സ്വദേശിയായ മുൻ ജില്ലാ ജഡ്ജി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ BJP RSS നേതാക്കളുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റ് ആക്ടിവിസ്റ്റുകൾ, സാമൂഹ്യ പ്രവർത്തകർ, മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ നേതാക്കൾ, ഇവരുടെയൊക്കെ പേര് തന്നെ ചേർത്തിട്ടാണ് ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ആ ഹിറ്റ് ലിസ്റ്റ് പുറത്തുവിടാൻ NIA തയ്യാറായിട്ടില്ല. എന്നിരുന്നാൽ പോലും NIA കോടതിയിൽ ബോധ്യപ്പെടുത്താൻ ഈ 977 പേരുടെ പേര് തയ്യാറാക്കി നിരത്തിക്കൊണ്ടുള്ള ഹിറ്റ് ലിസ്റ്റ് കോടതിയെ ബോധ്യപ്പെടുത്താൻ NIAക്ക് കഴിഞ്ഞിട്ടുണ്ട്. NIA നേരത്തെ തന്നെ, അതായത് ഈ പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകത്തിന് നേരത്തെ തന്നെ NIA പറയുന്ന ന്യായീകരണം, അതായത് 2047 ഇസ്ലാമിക ഇന്ത്യ എന്നുള്ള അജണ്ട PFI നടപ്പിലാക്കുക എന്നുള്ളതാണ് PFIയുടെ അജണ്ട. അതുകൊണ്ട് തന്നെ 2022 ബീഹാറിലെ ഫുൽവാരി എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യം രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ന്യൂഡൽഹിയുടെ യൂണിറ്റ് NIAയുടെ ന്യൂഡൽഹി യൂണിറ്റ് അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലേക്ക് ഈ ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ടെത്തുന്നത്. ഈ ശ്രീനിവാസൻ കൊലപാതകം 2047 PFIയുടെ ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള സ്വപ്നത്തിലേക്കുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ കണക്കാക്കണം എന്ന് തന്നെയാണ് NIA വാദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ടും 2047 ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ള ആശയം പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഓഡിയോ ക്ലിപ്പുകളും തങ്ങളുടെ കൈവശമുണ്ട് എന്നും NIA വാദിക്കുന്നുണ്ട്. NIA അത്തരം കാര്യങ്ങളും കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ 977 പേരുടെ പേരടങ്ങിയ ഹിറ്റ് ലിസ്റ്റ് കോടതിയെ ബോധ്യപ്പെടുത്താനും ഇത്തരത്തിലൊരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഈ ഹിറ്റ് ലിസ്റ്റ് PFI നേതാക്കൾ ഉൾപ്പെടെ, അതായത് കേസിലെ പ്രതിയായിട്ടുള്ള സിറാജുദ്ദീൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നും, ഒളിവിലുള്ള അയ്യൂബിൻ്റെ കയ്യിൽ നിന്നും ഒക്കെ ഇത് കണ്ടെത്താൻ കഴിഞ്ഞത് കോടതിയെ ബോധ്യപ്പെടുത്താൻ NIAക്ക് നിസ്സംശയം കഴിഞ്ഞു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് PFIയുടെ ആയുധ പരിശീലന കളരിയാണെന്നും അത് UAPA നിയമപ്രകാരം കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും NIA ബോധ്യപ്പെടുത്തുന്നുണ്ട്. PFI നിരോധിത സംഘടനയായിട്ട് കൂടി, അല്ലെങ്കിൽ PFIയെ നിരോധിച്ചതിന് ശേഷം പോലും ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും PFIയുടെ നിരോധനത്തിന് ശേഷവും അതിൻ്റെ സ്ലീപ്പിംഗ് സെല്ല് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് NIA വ്യക്തമാക്കുമ്പോൾ അവിടെ ഹിറ്റ് ലിസ്റ്റ് കേരളത്തിൽ വധിക്കാനായി പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയ പട്ടികയിൽ RSSന്റെ BJPയുടെ നേതാക്കളുണ്ട്. അതിൽ വത്സൻ തില്ലങ്കേരി, KP ശശികല തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ പേരുകളൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. മറ്റാരൊക്കെയാണ്, എന്താണ് ഇവരെയൊക്കെ വധിക്കാനായി PFI ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്? അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ NIA സൂചിപ്പിക്കുന്നുണ്ടോ? വർഗീയ കലാപത്തിന് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് സാമുദായിക സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രമുഖരെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ 977 പേരുടെ പട്ടിക ഈ പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയത് എന്ന് തന്നെയാണ് NIAയുടെ കണ്ടെത്തൽ. അതിൻ്റെ ഭാഗമായി 3 ഇടങ്ങളിൽ നടന്ന പരിശോധനകളിലാണ് ഇങ്ങനെ വത്സൻ തില്ലങ്കരിയുടെയും PK ശശികലയുടെയും പേര് കൃത്യമായി ഒരേപോലെ പരാമർശിക്കപ്പെടുന്ന ഹിറ്റ് ലിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത്. റിപ്പോർട്ടേഴ്സ് എന്ന ഒരു പ്രത്യേക കോർ ഗ്രൂപ്പിന് ആയുധ പരിശീലനം നൽകിക്കൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പിലാക്കി വർഗീയ കലാപത്തിന് ആസൂത്രണം ചെയ്യുക എന്നതാണ് ഇതിലൂടെ PFI ലക്ഷ്യം വെച്ചിരുന്നത് എന്നാണ് NIAയുടെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ പരാമർശം. അതോടൊപ്പം ഈ പേരുകൾ സംബന്ധിച്ച ഒരു സൂചനകളും റിപ്പോർട്ടിൽ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഡൽഹിയിൽ നിന്ന് NIAയുടെ ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഭൂരിഭാഗം നേതാക്കളും BJP RSS പ്രവർത്തകർ തന്നെയാണ്. അതായത് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗം പേരുകളും BJP RSS പ്രവർത്തകരുടേതാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന സംസ്ഥാനത്ത് വലിയ തരത്തിൽ ഒരു വർഗീയ സംഘർഷങ്ങൾ ചേരിതിരിഞ്ഞുള്ള അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അതിലൂടെ ഒരു മുതലെടുപ്പ് നടത്തുക, അത് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്ത് കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയ കൊലപാതകമാണ് 2022 ഏപ്രിൽ 16 നടന്ന പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് എന്ന റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഇതിൽ പ്രധാനമായി പരാമർശിക്കുന്ന കാര്യം കൊലപാതകം നടപ്പിലാക്കുക എന്നതിനപ്പുറത്തേക്ക് നിഷ്ഠൂരമായ രീതിയിൽ ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുക എന്നൊരു ശൈലി കൂടി ഇവർക്കുണ്ട്. അതായത് ഒരു മനുഷ്യനെ എത്രയും മൃഗീയമായ രീതിയിൽ, പൈശാചികമായ രീതിയിൽ ഇല്ലാതാക്കാമോ അത്തരത്തിൽ
ശിരസ് വെട്ടി മാറ്റി അല്ലെങ്കിൽ ശരീരത്തിൽ പരമാവധി മുറിവുകൾ ഏൽപ്പിച്ച് രക്തം ചിതറിച്ച് ഒരു വ്യക്തിയെ ഇല്ലാതാക്കുക, അത് കണ്ട് മറ്റുള്ളവരിൽ ഭയമുളവാക്കുക, അതോടൊപ്പം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക, അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റിപ്പോർട്ടേഴ്സിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുക. അതുകൊണ്ടാണ് ഇങ്ങനെ നിഷ്ഠൂരമായ രീതിയിൽ ശ്രീനിവാസൻ വധം അടക്കം നടപ്പിലാക്കിയത് എന്നാണ് ഈ റിപ്പോർട്ടിൽ NIA വ്യക്തമാക്കുന്നത്. എന്തായാലും 2022 സെപ്റ്റംബർ 22-നാണ് ഈ സെപ്റ്റംബർ 22 മുതൽ 27 വരെയാണ് സംസ്ഥാന വ്യാപകമായി മിന്നൽ പരിശോധനകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ദേശീയ അന്വേഷണ ഏജൻസിയും ചേർന്ന് നടത്തുകയും 250-ലധികം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രമുഖ മുൻനിര നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെ 2022 സെപ്റ്റംബർ 28-ന് ഈ സംഘടനയെ നിരോധിക്കുകയായിരുന്നു. 5 വർഷത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവാണ് പുറത്തു വന്നത്. നിലവിലെ ഗൗരവതരമായ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഈ നിരോധനത്തിൻ്റെ സമയപരിധി മുൻപോട്ട് നീട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ഈ സംഘടനയുടെ 2ാം നിര നേതാക്കൾ മറ്റ് പേരുകളിൽ സമാന്തരമായി അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഈ വാട്സപ്പിലെയും അതോടൊപ്പം തന്നെ ടെലഗ്രാമിലെയും ക്ലോസ്ഡ് ഗ്രൂപ്പുകളുടെ അവരുടെ പ്രവർത്തനം സമാന്തരമായി തന്നെ നടത്തുന്നുണ്ട് എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് അതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെ വീണ്ടും അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ വ്യാപകമാക്കാനുള്ള ഒരു തീരുമാനം NIAയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എടുത്തു പറയേണ്ട കാര്യം അവരുടെ സാമ്പത്തിക സ്രോതസ് വളരെ ആരോഗ്യകരമായി ഇപ്പോഴും ഇവിടെ പാലക്കാട്ടെ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് NIA പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഇത്രയും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്, അതായത് PFI നടപ്പാക്കിയിട്ടുള്ള ഓരോ കൊലപാതകങ്ങളും എടുത്ത് പരിശോധിക്കുന്നു. ഈ ശ്രീനിവാസനും, അതായത് പാലക്കാട് കൊല്ലപ്പെട്ട RSS നേതാവ് ശ്രീനിവാസനും ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണോ? ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ഹിറ്റ് ലിസ്റ്റ് ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു PFIയുടെ നിരോധനവും. ശ്രീനിവാസൻ വധത്തിന് പിന്നാലെയാണ് ഇവരെ വരിഞ്ഞു മുറുക്കുക എന്നൊരു ലക്ഷ്യത്തോടെ ഈ പരിശോധനകൾ NIA വ്യാപകമാക്കിയത്. പക്ഷേ ശ്രീനിവാസന്റെ പേര് അതിൽ അപ്പോൾ ഉൾപ്പെട്ടതാണോ അതോ അതിനു മുമ്പ് തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റിൽ ശ്രീനിവാസന്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്നതിൽ കൃത്യമായൊരു വ്യക്തത കൈവന്നിട്ടില്ല. അത് വരുന്ന മണിക്കൂറുകൾ അതുമായി സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതൊക്കെ രാഷ്ട്രീയ പ്രമുഖരാണ്, ഏതൊക്കെ മതസാമുദായിക സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മാത്രവുമല്ല ഇത്ര അധികം പേരുടെ, അതായത് 977 എന്ന് പറഞ്ഞുമ്പോൾ 1000-ന് 23 മാത്രമാണ് കുറവ്. ഇത്രയധികം ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കി ഓരോരുത്തരെയായി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായി സ്ഥലങ്ങളിലെത്തി ഇല്ലാതാക്കി രക്ഷപ്പെട്ട് മടക്കുക എന്നൊക്കെ പറയുന്നത് അത്ര കണ്ട് നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന കാര്യവുമല്ല. അങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കി എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യവുമല്ല. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കോടതിയിൽ അവർ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട തെളിവായി ശ്രീനിവാസന്റെ വധം നമുക്ക് മുമ്പിൽ അവശേഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ പട്ടിക തയ്യാറാക്കി എന്നുള്ളത് ഒരിക്കലും തള്ളിക്കളയാനാവില്ല. പട്ടിക തയ്യാറാക്കിയത് തന്നെയാണ്. പക്ഷേ അതിൽ ഏതൊക്കെ പേരുകളാണ് ഈ വത്സൻ തില്ലങ്കരിക്കും ശശികലയ്ക്കും അപ്പുറത്തേക്ക് ഏതൊക്കെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ പേരുകൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു? ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ ജില്ലാ ജഡ്ജി, ആലുവ സ്വദേശിയായ ജഡ്ജിയുടെ പേരതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വിരോധം ഒരു ന്യായാധിപനോട് ഇവർക്ക് തോന്നാനിടയാക്കിയ സാഹചര്യം ഒരുപക്ഷെ വിധിന്യായങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരായ നീക്കങ്ങൾ നടത്തിയതിൻ്റെ പേരിലായിരിക്കാം. അതല്ല എങ്കിൽ അങ്ങനെ ഒരു മുൻവൈരാഗ്യം ഉടലെടുക്കേണ്ട കാര്യമില്ല. അതോടൊപ്പമാണ് ആലുവ സ്വദേശികളായ മറ്റ് 2 പേരെ കൂടി ഈ പട്ടികയിൽ അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഈ ആലുവയിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നവർ പറയുന്നു. അതായത് പെരിയാർ വാലിയിൽ നടത്തിയ പരിശോധനയിലാണ്ട് 230 പേരുടെ പട്ടിക, ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട 230 പേരുടെ പട്ടിക അത് കൃത്യമായി തന്നെ NIA സംഘം വീണ്ടെടുത്തിരുന്നു. ഇതുൾപ്പെടെയുള്ള ഇതിൻ്റെ വിശദാംശങ്ങളാണ് കോടതിയിൽ അവർ സമർപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ വധിക്കേണ്ട 977 പേരുടെ ഹിറ്റ് ലിസ്റ്റാണ് പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയതായി NIA കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
സ്പോട്ട് ലൈവ് തുടരുന്നു. ജമ്മു കാശ്മീരിനെ ഒഴിവാക്കി ഭൂപടം പ്രസിദ്ധീകരിച്ചതിന് കോഴിക്കോട് മേത്ര ആശുപത്രിക്കെതിരെ കേസ്. ക്യാൻസർ ചികിത്സയുടെ പ്രചരണാർത്ഥം പുറത്തിറക്കിയ പരസ്യ വീഡിയോയിൽ തലയില്ലാത്ത ഭൂപടം പ്രസിദ്ധീകരിച്ചതിന് ജാമ്യമില്ലാ വകുപ്പനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. പെരുവയൽ സ്വദേശി MC ഷാജി നൽകിയ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇതൊരു അബദ്ധത്തിൽ സംഭവിച്ചതാകാൻ സാധ്യതയില്ല, കാരണം ഇത്രയധികം പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് ആ പരസ്യ വീഡിയോ. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഹിന്ദു ഐക്യവേദിയുടെ ഒരു നേതാവാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുന്നത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഈ ആശുപത്രിയുടെ വിശദീകരണം പുറത്തു വന്നിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത്? ഒരു വീഴ്ച സംഭവിച്ചതാണോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? അനീഷ്. ടോം, ഈ ക്യാൻസർ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും ഒക്കെ അടക്കം തയ്യാറാക്കിയ ഒരു പരസ്യ വീഡിയോ ആണിത്. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് ഇതൊരു പൊതുവാണ്. കാരണം സർക്കാർ ആശുപത്രികളിലായും മറ്റ് ആശുപത്രികളിലൊക്കെ ആയാലും ഈ പരസ്യ മോഡലുകളൊക്കെ ഒഴിവാക്കി അവിടുത്തെ തന്നെ ജീവനക്കാരും ഡോക്ടർമാരും ഒക്കെ അണിനിരക്കുന്ന വീഡിയോകൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാവുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇത്തരത്തിൽ ഈ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ നൽകുന്ന സജ്ജീകരണങ്ങൾ, ഏത് ഘട്ടത്തിലാണ് ക്യാൻസർ ചികിത്സ നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ പറയുകയായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ ഇന്ത്യയിലെ ക്യാൻസർ രോഗികളുടെ അവസ്ഥ അല്ലെങ്കിൽ എത്രമാത്രം ഉണ്ട് എന്നൊക്കെ വ്യക്തമാക്കുന്ന ഒരു ഭാഗം കാണിക്കുമ്പോഴാണ് അവിടെ ഇന്ത്യയുടെ ഒരു ഭൂപടം കാണിക്കുന്നത്. ആ ഭൂപടത്തിലാണ് വികൃതമാക്കിയ രീതിയിൽ ഈ ഇന്ത്യയെ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൽ കാശ്മീർ, ലഡാക്ക് പോലെയുള്ള സംസ്ഥാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ആ മൂൽഭാഗം പൂർണ്ണമായി അവഗണിച്ചാണ് അങ്ങനെ ഒരു വീഡിയോ വരികയും ചെയ്തത്. അത് ഇൻസ്റ്റാഗ്രാമിലും ഈ ഫേസ്ബുക്കിലുമൊക്കെ പ്രചരിച്ചു എന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ ഷാജിയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ട് വരികയും അദ്ദേഹം എലത്തൂർ പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തു. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം എലത്തൂർ പോലീസ് FIR ഇടുകയും കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഭീഷണിയാവുന്നു, കലാപം നടത്തുന്നതിനുള്ള ആഹ്വാനം ഉയർത്തിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചുമത്തിയാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ ഈ ആശുപത്രി മാനേജ്മെന്റിനെതിരെ നടപടി ഉണ്ടാവും, അല്ലെങ്കിൽ അവർ പ്രതികളാണ്. ഒപ്പം ഈ പരസ്യ ചിത്രീകരണത്തിൽ പങ്കെടുത്ത വനിതാ ഡോക്ടർ, ഒപ്പം മറ്റ് ആശുപത്രിയിലെ ജീവനക്കാർ എന്നിവരടക്കമുള്ള ആളുകളും ഈ കേസിൽ പ്രതിയാവും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ആദ്യം തന്നെ ഈ വീഡിയോയുടെ ഒരു ആധികാരികത പരിശോധിക്കും. ഇങ്ങനെ ഒരു വീഡിയോ ആശുപത്രിയിൽ നിന്നും തന്നെ നിർമ്മിച്ചതാണോ, അല്ലെങ്കിൽ ആശുപത്രിക്ക് പുറത്താരെങ്കിലും വ്യാജമായി ചമച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ആദ്യം പരിശോധിക്കുക. പിന്നീട് ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് വഴിയുമൊക്കെയാണ് പ്രചരിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും മാതൃ കമ്പനിയായ മെറ്റയ്ക്ക് ഈ സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ട് തേടും. അവർ നൽകുന്ന ഒരു ഈ വീഡിയോയുടെ ആധികാരികതയെക്കുറിച്ചും എവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നത് സംബന്ധിച്ചുമുള്ള ഒരു റിപ്പോർട്ട് മെറ്റ നൽകും. അതിന്റെ അടിസ്ഥാനത്തിലാവും തുടർന്നുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക. എന്തായാലും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോയുടെ ആധികാരികത തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ശക്തമായ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ആശുപത്രി അധികൃതർ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ഒരു വ്യാജ വീഡിയോ ആണ് എന്നൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. തങ്ങൾ ഒരു സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും ഔദ്യോഗികമായി ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു. ഒപ്പം മറ്റു ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഈ ആദ്യം തന്നെ എഡിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായൊരു ന്യൂനതയാണിത്. ഗൂഗിളിൽ നിന്നോ മറ്റോ ഒരു പടം സെർച്ച് ചെയ്തപ്പോൾ ലഭിച്ച ഒരു ചിത്രമാണ് ഈ വീഡിയോടൊപ്പം ചേർത്തത്. ആ അബദ്ധം പറ്റി അല്ലെങ്കിൽ പിശക് പറ്റിയെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ മാറ്റി എഡിറ്റ് ചെയ്ത കണ്ടന്റാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തത്. പക്ഷേ കമ്പ്യൂട്ടറിൽ തന്നെ ആ എഡിറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ ആദ്യം എഡിറ്റ് ചെയ്ത, തീർച്ചയായും അങ്ങനെയാണെങ്കിൽ അനീഷ്, ആരാണ് പ്രചരിപ്പിച്ചതെന്ന് അറിയണം. അബദ്ധത്തിൽ ഒരുപക്ഷെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ കശ്മീർ ഭാഗമില്ലാത്ത രീതിയിലുള്ള ഭൂപടങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഒരു അബദ്ധമായിരിക്കാം. പിന്നീട് അത് ആശുപത്രി മാനേജ്മെന്റ് അത് മനസ്സിലാക്കി വീണ്ടും എഡിറ്റ് ചെയ്ത് പുതിയ വീഡിയോ ഇറക്കിയിരിക്കണം. പക്ഷേ ഇതുപോലെ, അതായത് കശ്മീരിൻ്റെ ഭാഗമില്ലാതെ, കശ്മീരില്ലാത്ത ഇന്ത്യയുടെ ഭൂപടം അത് പുറത്തു വിട്ടതിന് പിന്നിൽ ആരായിരിക്കണം? ഇതിൻ്റെ ഈ എഡിറ്ററോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഈ പരസ്യം ചിത്രീകരിച്ച ആളുകളോ, അവർക്കിതിൽ പങ്കുണ്ടോ? പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ടോ? തീർച്ചയായും അക്കാര്യത്തെക്കുറിച്ച്
ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ഇതിനകം തന്നെ ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആദ്യം അവർ വ്യാജ വീഡിയോ ആണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നീടാണ് ഇത്തരത്തിൽ ആദ്യം പിശക് പറ്റിയ ഇത്തരം ഒരു എഡിറ്റിംഗ് നടന്നിരുന്നു. പക്ഷേ അത് എങ്ങനെ പുറത്തേക്ക് പോയി എന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് വ്യക്തതയില്ല എന്ന് മനസ്സിലാവുന്നു. എന്തായാലും എഡിറ്റ് ചെയ്ത് അബദ്ധം പറ്റിയെങ്കിൽ പോലും അത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഭൂപടമില്ലാത്ത ഇന്ത്യയെ പുറം ലോകത്തേക്ക് എത്തിക്കുമ്പോഴാണ് അതിൽ കൂടുതൽ ഒരു കുറ്റകൃത്യമെന്ന രീതിയിലേക്ക് മാറുന്നത്. നമുക്കറിയാം, രാജ്യം മറ്റൊരു കാലത്തും ഇല്ലാത്ത വിധം ഈ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ ഒരുപാട് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം, ശത്രു രാജ്യത്ത് പോയി ആക്രമണം നടത്തി തീവ്രവാദികളെ വകവരുത്തി എത്തുന്ന ഒരു കാലം, അങ്ങനെ മറ്റൊരു കാലത്തും ഇല്ലാത്ത വിധം രാജ്യസ്നേഹം ആളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. പഹൽഗാമിനും മറ്റുമൊക്കെ നിരപരാധികളായ ആളുകളെ മതം നോക്കി കൊന്നൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഒരു വല്ലാത്ത രാജ്യത്തിനോട് ഒരുപാട് കൂറു പുലർത്തുന്ന ഒരു കാലം കൂടിയാണ്. അത്തരമൊരു സമയത്ത് തന്നെയാണ് ഈ കാശ്മീരിനെ ഒഴിവാക്കിയുള്ള ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടത്. എന്തായാലും ആശുപത്രി അധികൃതർക്ക് അബദ്ധം പറ്റിയതാണ്, അല്ലെങ്കിൽ ആശുപത്രി മാനേജ്മെന്റ് ഒരുപക്ഷെ നിർദ്ദേശം നൽകി കാണില്ല ഇങ്ങനെ ഒരു തലയില്ലാത്ത ഭൂപടം പ്രസിദ്ധീകരിക്കണമെന്ന്. പക്ഷേ ഇത്തരത്തിലൊരു ഗുരുതരമായ പിശക് ഉണ്ടെന്ന് കാണുകയും ആ പിശക് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്ത ശേഷം ആരാണ് അവിടെ നിന്നും ഇത് ചോർത്തിയത്, അല്ലെങ്കിൽ ആരാണ് ജനമധ്യത്തിലേക്ക് ഈ വികൃതമായ ഭൂപടം പരത്തിയത്, പ്രദർശിപ്പിച്ചത് എന്ന് തന്നെയാണ് ഇനി കണ്ടെത്തേണ്ടത്. വലിയ തരത്തിൽ ഇന്ത്യൻ വാദങ്ങൾ, ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ്. അത്തരം ഘടകമായി കണക്കാക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് ഇത്തരം വികൃതമായ ചിത്രീകരണം വരുമ്പോൾ അതാർക്കാണ് ഗുണം ചെയ്യുന്നത്, എന്താണ് ഇത് പ്രചരിപ്പിക്കാനുണ്ടായ ചേതവികാരം എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും. ഇക്കാര്യങ്ങളൊക്കെ പോലീസ് വളരെ സമഗ്രമായ അന്വേഷണം തന്നെ നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വീഡിയോയുടെ ആധികാരികത ആദ്യം ഉറപ്പുവരുത്തും, പിന്നീട് മെറ്റിൽ നിന്ന് വിശദീകരണം തേടും. ഇതിനുശേഷം ആശുപത്രി അധികൃതരെ ചോദ്യം ചെയ്യും എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ തന്നെയാണ് തീരുമാനം. ആശുപത്രി അധികൃതരുടെ പരാതിയും ഇത് സംബന്ധിച്ച് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ടോം, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മു കശ്മീരിനെ ഒഴിവാക്കി ഭൂപടം പ്രസിദ്ധീകരിച്ചതിനാണ് കോഴിക്കോട് മേത്ര ആശുപത്രിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ തങ്ങൾക്ക് പങ്കില്ല, എഡിറ്റ് ചെയ്തപ്പോൾ ഉണ്ടാകിയ പിശകാണ്, പിന്നീട് മറ്റാരോ ഇത് പ്രചരിപ്പിച്ചതാകാം എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇടക്കൊച്ചി ആഷിഖ് കൊലക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. ഇടക്കൊച്ചി ആഷിഖ് കൊലക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തുടയിലേറ്റ വെട്ടാണ് മരണകാരണം. മുൻകൂട്ടി തീരുമാനിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. ഭർത്താവിന്റെ നിർബന്ധപ്രകാരമാണ് ആഷിഖിനെതിരെ പീഡന പരാതി നൽകിയതെന്ന് പെൺസുഹൃത്ത് ഷഹാന മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഒരു വിവാഹേതര ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള വിരോധത്തിൽ നടത്തിയ കൊലപാതകം, ഈ ആഷിഖിനെ പെൺസുഹൃത്തിന്റെ ഭർത്താവ് ഷിഹാബുദ്ദീൻ തനിച്ചാണോ കൊലപ്പെടുത്തിയത്, അതോ ഷഹാനി രണ്ടുപേരും നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. രണ്ടുപേർക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അതോ ഇയാൾ തനിച്ച്, ഈ ഭർത്താവ് തനിച്ച് നടത്തിയ കൊലപാതകം എന്നാണോ പോലീസ് നൽകുന്ന വിവരം? പോലീസ് പറയുന്നത് പ്രകാരം ഷിഹാബും ഈ ആഷിഖിന്റെ പെൺസുഹൃത്തായ ഷഹാനയും ചേർന്ന് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ്. കാരണം ഷഹാനയ്ക്ക് അറിവില്ലാതെ ഷിഹാബ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഈ ആഷിഖിനെതിരെ ആദ്യം ഷഹാന ഒരു പീഡന പരാതി നൽകിയിരുന്നു. ആ പീഡന പരാതി ഷിഹാബ് നിർബന്ധിച്ചാണ് നൽകിയതെന്നാണ് ഇപ്പോൾ പോലീസിന് ഷഹാന നൽകിയ മൊഴിപ്രകാരം വ്യക്തമാകുന്നത്. പക്ഷേ ആ 21 ദിവസത്തെ റിമാൻഡിന് ശേഷം ആഷിഖ് പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ തന്നെ ഷഹാനയെ ഭീഷണിപ്പെടുത്തി, അതായത് നഗ്നചിത്രങ്ങൾ, ഷഹാനയുടെ നഗ്നചിത്രങ്ങൾ തൻ്റെ കൈവശമുണ്ടെന്ന് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിക്കൊടുവിലാണ് ഷഹാനയും ഭർത്താവ് ഷിഹാബും ചേർന്ന് ആഷിഖിനെ കൊലപ്പെടുത്താമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസിന് വ്യക്തമായത്. ഇരുവരെ ഇന്നലെ ഏറെ നേരം ചോദ്യം ചെയ്തതിനൊടുവിലാണ്
അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ആഷിഖിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതിൽ പറയുന്നത് പ്രകാരം തുടയിലേറ്റ ആഴത്തിലുള്ള മുറിവാണ്, അതായത് തുടയിൽ ഈ കത്തി കൊണ്ട് മൃഗീയമായി കുത്തി പരിക്കേൽപ്പിച്ചു, രക്തം വാർന്നാണ് ആഷിഖ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഒപ്പം ആഷിഖിന്റെ തലയ്ക്ക് പിന്നിലും കഴുത്തിലുമൊക്കെയായി ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. അതിനിടയിൽ ആഷിഖിന്റെ പിതാവ് അക്ബർ ന്യൂസ് 18 ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചത് പ്രകാരം ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇവരുടെ ഒരു മകനും ഇതിൽ പ്രതിയാണെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അയാൾക്കെതിരെയും കേസ് അന്വേഷണം മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് പിതാവ്. മകനും ഇതിൽ പരിക്കുണ്ട്. ഈ കൊലപാതകത്തിന്റെ സമയത്ത് ഷിഹാബിനെ അവിടേക്ക് എത്തിച്ചത് ഈ മകനാണെന്ന ഒരു കാര്യമാണ് അക്ബർ ഉറപ്പിച്ചു പറയുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം കുടുംബത്തിന് ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് കൃത്യമായി തന്നെ പോലീസിനെ നൽകിക്കൊണ്ട് മകനെ കൂടി ഇതിൽ പ്രതി ചേർക്കണം എന്ന ആവശ്യം കൂടിയാണ് മരിച്ച ആഷിഖിന്റെ പിതാവ് ആവശ്യപ്പെടുന്നത്. ഏതായാലും പോലീസ് ആ രീതിയിലുള്ള ഒരു അന്വേഷണമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആഷിഖും ഈ പ്രതിയായിട്ടുള്ള ഷഹാനയും തമ്മിൽ ബന്ധപ്പെടുന്നത് അതിൽ ഒരു അക്യൂപങ്ക്ചർ ഡോക്ടർ എന്ന രീതിയിലാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുകയും പിന്നെ ആ രീതിയിലുള്ള സഹായമൊക്കെ മരിച്ച ആഷിഖ് ഷഹാനയ്ക്ക് ചെയ്തു കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനിടയിൽ ഇവരുടെ ബന്ധം വളരുകയും ഇത് ഭർത്താവായ ഷിഹാബിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. പലതവണ ആഷിഖിനോട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൽ നിന്ന് പിന്മാറാത്തത് കൊണ്ടാണ് ഭർത്താവിന്റെ നിർബന്ധപ്രകാരം ആഷിഖ് പീഡിപ്പിച്ചു എന്ന രീതിയിൽ ഒരു പരാതി നൽകിയതെന്നാണ് ഈ യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇരുവരും ഇതിൽ പ്രതികളാണ് അല്ലെങ്കിൽ ഇരുവരും ഇതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ യുവതി പറയുന്നത് പ്രകാരം ആഷിഖ് ഈ ഗുരുതരമായി പരിക്കേറ്റ ആഷിഖ് ഫോണിൽ വിളിച്ചാണ് ഉടനെ ആ സ്ഥലത്തേക്ക് എത്തണമെന്ന പള്ളുരുത്തിയിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെടുകയും ഷഹാന ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ആഷിഖിനെതിരെ പീഡന പരാതി നൽകുന്നു. അതിനുശേഷം അയാൾ ഏകദേശം 14 ദിവസത്തോളം റിമാൻഡിലായിരുന്നു. അതിനുശേഷം പിന്നീട് പുറത്തിറങ്ങുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇയാളെ കൊലപ്പെടുത്താൻ, ആഷിഖിനെ കൊലപ്പെടുത്താനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നത്? അങ്ങനെ ഒരു വിരോധത്തിന് കാരണം എന്താണ്? ആഷിഖ് ഈ ഷഹാനയുടെ നഗ്ന വീഡിയോകളും ചിത്രങ്ങളും അത് പകർത്തി ഭീഷണിപ്പെടുത്തി എന്നാണ് ഷിഹാബ് പറയുന്നത്. അങ്ങനെ പലതവണ ഭീഷണി തുടർന്നപ്പോഴാണ് കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ആ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും അവിടേക്ക് ആഷിഖിനെ വിളിച്ചു വരുത്തുകയും അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചാണ് ആഷിഖിനെ തുടയിലടക്കം ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിച്ച് ആഷിഖ് മരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് അവിടെ നിന്ന് പോവുകയും ചെയ്തതെന്നാണ് ഷിഹാബ് പോലീസിന് നൽകിയ മൊഴി. അതായത് ഭാര്യയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി അത് ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്നാണ് ഷിഹാബ് പറയുന്നത്. എന്നാലും ഷഹാനയ്ക്കും ഇതിൽ പങ്കുണ്ടെന്ന് തന്നെയാണ്, ഗൂഢാലോചനയിലടക്കം പങ്കുണ്ടെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരുടെ ഒരു മകനും ഇതിൽ പങ്കുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അത്തരം ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. നവമി, നിലവിൽ ഈ കൊലപാതകത്തിൽ നേരിട്ട് ഷഹാനയ്ക്കും പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. അതോ ഗൂഢാലോചനയിൽ മാത്രമാണോ ഇയാളെ കൊലപ്പെടുത്താൻ, ആഷിഖിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ മാത്രമാണോ ഷഹാനയ്ക്ക് പങ്കുള്ളത്? മൊഴി പ്രകാരം ആഷിഖാണ് തന്നെ വിളിച്ച് തനിക്കൊരു അപകടം പറ്റിയെന്ന വിവരം അറിയിക്കുന്നത്. അതിനുശേഷം ഈ പാലത്ത്, പള്ളുരുത്തിയിലുള്ള ഇടക്കൊച്ചിയിലുള്ള പാലത്തിന് സമീപം വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ യുവതി ആ സമയത്ത് അവിടെ എത്തുമ്പോഴാണ് ഇങ്ങനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന യുവാവിനെ കണ്ടത്, ആഷിഖിനെ കണ്ടത്. ഉടനെ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് ഷഹാന പറയുന്നത്. പക്ഷെ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല. ഭർത്താവ് ഷിഹാബ് പറയുന്നത് പ്രകാരം താനാണ് ആഷിഖിനെ കുത്തി കൊലപ്പെടുത്തിയത്. അതേപോലെ തന്നെയാണ് ഈ തന്റെ ഭാര്യയുടെ നഗ്നചിത്രങ്ങളടക്കം പകർത്തിക്കൊണ്ട് ആഷിഖ് ഭീഷണിപ്പെടുത്തി. ഇതിനെ തുടർന്നാണ് ആഷിഖിനെ കൊലപ്പെടുത്തുവാൻ ഇരുവരും തീരുമാനിച്ചതെന്നാണ് ഷിഹാബ് പറയുന്നത്. എന്നാൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലടക്കം ഇനി നടത്തേണ്ടതുണ്ട്. പ്രതികളെ കസ്റ്റഡിയിലടക്കം ആവശ്യപ്പെടുവാനാണ് പോലീസിന്റെ തീരുമാനം. തെളിവെടുപ്പും കൂടുതൽ ചോദ്യം ചെയ്യലുകളും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതുകൂടി രേഖപ്പെടുത്തി ആണ് പോലീസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അതിനുശേഷം
മാത്രമേ നമുക്ക് ഇതിൽ ഷഹാനയ്ക്ക് പങ്കുണ്ടോ എന്നതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. പോലീസ് പറയുന്നത് പ്രകാരം ഇപ്പോൾ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് 2 പേർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് കൂടിയാണ് വ്യക്തമാകുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൊച്ചിയിൽ ആശിക്കുന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കാസർഗോഡ് കൗൺസിലിംഗിനെത്തിയ 14-കാരിയെ പീഡിപ്പിച്ച ഡോക്ടർ അറസ്റ്റിൽ. കാഞ്ഞങ്ങാട് കുശാൽ നഗറിലെ ഡോക്ടർ വിശാഖുമാറിനെയാണ് ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023 സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം. പഠനത്തിൽ പിന്നോക്കം പോയതിനെ തുടർന്നാണ് പെൺകുട്ടിയെ കൗൺസിലിംഗിനായി ഡോക്ടറുടെ ക്ലിനിക്കിൽ എത്തിച്ചത്. വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, 2023 സെപ്റ്റംബറിൽ, അതായത് ഏകദേശം 2 വർഷത്തോളം 1.5 വർഷം മുൻപ് നടന്ന ഒരു സംഭവം. ഇത്രയും നാളുകൾക്ക് ശേഷം ആണ് ഈ സംഭവം, ഈ പീഡന പരാതിയെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ ഈ കുടുംബം പെൺകുട്ടിയൊക്കെ പുറത്തുവിടുന്നത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരൊരു പരാതി വന്നിരിക്കുന്നത്? എന്താണ് അന്ന് അവിടെ സംഭവിച്ചത്? ബൈജു. ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2023 സെപ്റ്റംബറിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അതായത് ഈ പെൺകുട്ടി പഠനത്തിന് പിന്നോക്കം പോയതിനെ തുടർന്നാണ് ഈ ഡോക്ടറെ അടുത്ത് ഇത്തരത്തിൽ കൗൺസിലിങ്ങിനായി എത്തുന്നത്. ഇപ്പോൾ ഒരു സമീപകാലത്തായി മറ്റൊരു ഡോക്ടറെ അടുത്തേക്ക് ഈ പോയപ്പോഴാണ് തനിക്ക് നേരിട്ട ദുരനുഭവം ഈ പെൺകുട്ടി അവിടെ തുറന്നു പറയുന്നത്. അതായത് 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വിവരം അത് പെൺകുട്ടി മറ്റൊരു സ്ഥലത്ത് കൗൺസിലിങ്ങിന് പോയപ്പോൾ പറയുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഡോക്ടറെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ചെന്നൈയിലായിരുന്നു. ഈ പോലീസ് ഈ സംഭവം ഒക്കെ നടക്കുമ്പോഴും ഈ പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുമ്പോഴും ഡോക്ടർ ചെന്നൈയിലായിരുന്നു. ഡോക്ടർ കാഞ്ഞങ്ങാട്ടേക്ക് എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തതും ഇയാൾ ഈ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഉള്ള സംഭവം നടന്നിട്ടുണ്ടെന്ന കാര്യം സമ്മതിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് കുശാൽ നഗർ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ക്ലിനിക്കാണ്. ഈ ക്ലിനിക്കിൽ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെൺകുട്ടിയാണ് ഇത്തരത്തിൽ കൗൺസിലിംഗിനായി എത്തിയതും പീഡനത്തിന് ഇരയാകേണ്ടി വരുന്നത്. ഏതായാലും ഈ സംഭവമൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ പെൺകുട്ടികൾ, അതും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, അവർക്ക് സ്കൂളിലായാലും അതുപോലെ തന്നെ പുറത്തായാലും എത്രത്തോളം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുതുതായി വരുന്നത് പാലക്കാട് ഒരു 9ാം വയസ്സ് ക്ലാസ്സുകാരിയെ അധ്യാപകരുടെ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന വിവരമാണ്. ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ്. എന്തായാലും ഈ സ്കൂളുകളിൽ തന്നെ ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് വേണം. അത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത് തുറന്നു പറയാനൊരു വേദി വേണമെന്ന ഒരു ആവശ്യമുണ്ട്. അതോടൊപ്പം നേരത്തെയൊക്കെ പറഞ്ഞതാണ് ഈ ബോധവൽക്കരണം എന്നത് സംബന്ധിച്ച്. പലപ്പോഴും ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ടാൽ അത് പുറത്തു പറയാൻ കുട്ടികൾ മടിക്കുന്നതും പിന്നീട് നിരന്തരം ഇത്തരത്തിൽ പീഡനത്തിലൊക്കെ ഇരയാകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരമൊരു സംഭവമാണ് കാസർഗോഡ് ഉണ്ടായത്. എന്തായാലും 2023 നടന്ന ഒരു സംഭവം ഈ 2 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ കുട്ടി മറ്റൊരു കൗൺസിലിങ്ങിന് പോയപ്പോൾ അവിടെ പറയുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൗൺസിലിംഗ് അത് സ്കൂളുകളിൽ തന്നെ വേണമെന്നൊരു ആവശ്യം അത് നേരത്തെ തന്നെ വരുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പരിഗണന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് പല കോണുകളിൽ നിന്നും ആവശ്യം വരുന്നു. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ഡോക്ടറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയതും ഇയാളെ റിമാൻഡ് ചെയ്തതും. കൂടുതൽ സംരക്ഷണം നൽകേണ്ടവർ തന്നെ വേട്ടക്കാരന്റെ വേഷത്തിലെത്തുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ചും ഈ കൗൺസിലിങ്ങിന് എത്തുമ്പോഴാണ് പല പെൺകുട്ടികളും ഇതുപോലുള്ള ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയാറുള്ളത്. അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്താണെങ്കിലും ഈ കൗൺസിലർമാർ അല്ലെങ്കിൽ ഇതുപോലുള്ള മനഃശാസ്ത്രജ്ഞർ കുഞ്ഞുങ്ങളെ കേൾക്കും, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും, അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ അവർക്ക് പറഞ്ഞു നൽകും. പക്ഷേ ഇവിടെ ഒരു ഡോക്ടർ തന്നെ കൗൺസിലിങ്ങിന് എത്തിയപ്പോൾ ഒരു ഡോക്ടർ തന്നെ 14-കാരി ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന സംഭവം. ഇതിനു മുൻപ് ഈ ഡോക്ടർക്കെതിരെ ഇതുപോലുള്ള ഏതെങ്കിലും പരാതികൾ ലഭിച്ചിട്ടുണ്ട്? ഇതുപോലുള്ള എന്തെങ്കിലും സ്വഭാവ വൈകൃതമുള്ള ലൈംഗിക വൈകൃതമുള്ള ഒരു വ്യക്തിയാണോ ഈ ഡോക്ടർ? ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ അത്തരത്തിലുള്ള ഒരു പരാതി പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും കൂടുതൽ അന്വേഷണം ഈ ഡോക്ടറെ കുറിച്ച് ഉണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹോസ്ദുർഗ് CI P അജിത് കുമാറാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നിലവിൽ ഈ കേസിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി പോയ ഒരു
കുട്ടിയെയാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് വരുന്നത്. എന്തായാലും അത് ഏത് രീതിയിലാണ് നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരായിരിക്കുക? നേരത്തെയും ഒരുപാട് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. പല കുട്ടികളും ഒരു പക്ഷെ താങ്ങാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് പോലെ നയിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്തായാലും ഇപ്പോൾ വെറും 1.5 മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ഒരു കുട്ടിയെ അധ്യാപകർ ഇത്തരത്തിൽ മാനസികവുമായി സമ്മർദ്ദത്തിനിടയാക്കിയും പാലക്കാട്ട് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ചെയ്ത ഒരു സംഭവമാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ആരോപണമാണ് ഉയർന്നത്. ഇത് പല ഭാഗത്തും നിരന്തരം ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് ഇത്തരത്തിൽ പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം അത് കുറയുന്നില്ല. അത് പലതരത്തിൽ പല വിധത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നതിനാണ് അതിന് ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഇപ്പോൾ പാലക്കാട്ടുള്ളത്. അതോടെ ഇപ്പം കാസർകോട്ടെയും ഇത് സമാനമായ അവസ്ഥയാണ്. കാരണം ആ കുട്ടി രണ്ടാമതൊരു കൗൺസിലിങ്ങിന് വിധേയമായപ്പോഴാണ് ഈ കാര്യം പുറത്തു പറയാൻ വരെ തയ്യാറായത്. ഒരു പക്ഷേ മാനസിക സമ്മർദ്ദം ഇവരെ എത്രത്തോളം വേട്ടയാടുന്നുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും പഠനത്തിന് പിന്നോക്കം പോയി എന്ന ഒരു കാരണത്താൽ ഒരു കൗൺസിലിങ്ങിന് പോവുകയും ഒരു ഡോക്ടറെ ഇത്തരത്തിൽ വിശ്വസിച്ച് അവിടെ എത്തുകയും അതേ ഡോക്ടർ തന്നെ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന പീഡനം ഉൾപ്പെടെയുള്ള വളരെ ഗുരുതരമായ ഒരു സംവിധാനത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസ് വളരെ ഗൗരവത്തിൽ ഈ സംഭവം അന്വേഷിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ പിടികൂടാനും കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇതിൽ ആശ്വാസം. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ ഒരു പക്ഷേ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. നിലവിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ മറ്റ് കുട്ടികൾക്ക് ഇത്തരത്തിൽ അനുഭവമുണ്ടോ സെപ്റ്റംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അതായത് ഒരു 1.5 വർഷം മുൻപ് നടന്ന സംഭവം. ഇതുവരെയും ആ കുടുംബം ആ പെൺകുട്ടി അത് പുറത്തു പറയാൻ തയ്യാറായിരുന്നില്ല. ഏതെങ്കിലും ഇതിലുള്ള ഭീഷണി ഈ പെൺകുട്ടിക്ക് നേരെ ഈ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ? ഈ സംഭവത്തെക്കുറിച്ച് പറയരുത്, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇതിൻ്റെ മറ്റ് ദൂഷ്യഫലങ്ങളൊക്കെ അനുഭവിക്കുമെന്ന രീതിയിലുള്ള ഭീഷണി ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഈ പെൺകുട്ടിക്കോ കുടുംബത്തിനോ നേരെ ഉണ്ടായിരുന്നോ? ടോമെ, കഴിഞ്ഞ കാലത്ത് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ നടന്ന പല കേസുകളും പരിശോധിച്ചാൽ നമുക്ക് കാണാം പലപ്പോഴും കുട്ടികൾ ഇത് പുറത്തു പറയാൻ ധൈര്യത്തിൽ പുറത്തു പറയാൻ തയ്യാറാകാറില്ല. അവർ പക്ഷേ ഈ കേസിൽ ഇത്തരത്തിൽ ഭീഷണി ഉണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. രക്ഷിതാക്കൾ ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി ഇത് തന്റെ വീട്ടിൽ ഇത് പറയാൻ തയ്യാറായില്ല, ആരുമായി പങ്കുവെക്കാൻ തയ്യാറായില്ല. അത് ഈ കൗൺസിലിങ്ങിലാണ് ഈ കുട്ടി വീണ്ടും ഈ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നം ഈ കുട്ടി സ്വഭാവം കാണിക്കുന്നത്. മറ്റൊരു കൗൺസിലിങ്ങിന് പോയപ്പോഴാണ് അവിടെ ഈ കാര്യം വെളിപ്പെടുത്തിയത്. പലപ്പോഴും ചൈൽഡ് കെയറും അതുപോലെ തന്നെ വനിതാ ഉദ്യോഗസ്ഥരും ഒക്കെ ഇത്തരത്തിൽ കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അവരെ മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാറുള്ളത്. പല കേസുകളിലും നമുക്ക് അങ്ങനെ കാണാം. അത് 2, 3, 4 വർഷമൊക്കെ ഇത്തരത്തിൽ നിരന്തരം പീഡനത്തിനിരയായാലും ഒരു പക്ഷേ ഇവർക്കുള്ളിലൊരു ഭയം ഉള്ളത് കൊണ്ടാണ് നോക്കാം, ഒരു പക്ഷേ ഈ കുട്ടിയെ ഭയപ്പെടുത്തിയിട്ടുണ്ടാകും. ആ കാര്യത്തിലൊക്കെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കോടതിയിൽ അപേക്ഷ നൽകും. കൂടുതൽ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ കുട്ടികൾ ഇയാളുടെ ഈ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ ആ കാര്യവും അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കുട്ടിയുടെ കുടുംബത്തെയോ അതല്ല ഈ കുട്ടിയെയോ ഏതെങ്കിലും തരത്തിൽ ഈ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമോ ഉണ്ടായിരുന്നോ എന്നൊക്കെ പോലീസിനെ അന്വേഷിക്കുന്നുണ്ട്. ഈ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അമ്പലത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് കാസർഗോഡ് സമാനമായ ഒരു സംഭവം ഉണ്ടായത്. ഇത്തരത്തിലൊരു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും 3 വർഷത്തിന് ശേഷമാണ് ആ കുട്ടി ചൈൽഡ് ലൈന് മുമ്പിൽ ഈ കാര്യം വെളിപ്പെടുത്തുന്നുണ്ടായത്. ഏതായാലും ഇതിന് വലിയ താമസം ഇത്തരത്തിൽ ഉണ്ടാകുന്നു. ഈ കുട്ടികൾ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാകുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇതിൽ കൃത്യമായ കൗൺസിലിംഗ് അത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് തന്നെ അത് അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും ഒരു കമ്മിറ്റിയെ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ കൗൺസിലിംഗ് ഓരോ മാസത്തിലും കുട്ടികൾക്ക് വേണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് വേണമെന്ന ഒരു ആവശ്യമാണ് നേരത്തെ തന്നെ ഉയരുന്നത്. സ്കൂളുകളിൽ കൃത്യമായ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. പക്ഷേ പല പെൺകുട്ടികൾ അല്ലെങ്കിൽ പല കുട്ടികളും തങ്ങൾ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് പറയാൻ പോലും ഭയപ്പെടുന്ന സാഹചര്യമുണ്ട്. കാരണം കാസർഗോഡ് കൗൺസിലിങ്ങിന് എത്തിയപ്പോഴാണ് 14-കാരിയെ ഡോക്ടർ ലൈംഗികമായി ചൂഷണം ചെയ്തത്. ഒരു ഇടവേള കൂടി. സ്പോട്ട് ലൈവ് തുടരുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനാനുമതി നിഷേധിച്ച സംഭവത്തിൽ സെൻസർ ബോർഡിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. റിവ്യൂ കമ്മിറ്റി നാളെ സിനിമ കണ്ട് തീരുമാനമെടുക്കുമെന്ന് സെൻസർ ബോർഡ് അറിയിച്ചു. നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി മറ്റന്നാൾ പരിഗണിക്കും. കേന്ദ്ര സെൻസർ ബോർഡിന്റെ തീരുമാനത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി,
നാളെ എന്തായാലും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ദിവസമാണ്. റിവ്യൂ കമ്മിറ്റിയുടെ യോഗം ചേരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഹൈക്കോടതി സെൻസർ ബോർഡ് വിശദീകരണവും തേടിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് അണിയറ പ്രവർത്തകർ നിൽക്കുന്നത്. അതായത് ഈ വിവാദമൊക്കെ കെട്ടടങ്ങി തങ്ങളുടെ സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിക്കുമെന്നൊരു പ്രതീക്ഷ സിനിമയുടെ അണിയറ പ്രവർത്തകർ, സംവിധായകർക്കും മറ്റണിയറ പ്രവർത്തകർക്കുമുണ്ടോ? എന്തായാലും വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററുകളിൽ എത്തില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞു. ഇനി നാളത്തെ ദിവസമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ളത്. നാളെയാണ് മുംബൈയിൽ ഈ സെൻസർ ബോർഡ് പ്രിവ്യൂ ഷോ കാണുന്നത്. ആ ഷോ കണ്ടതിന് ശേഷമായിരിക്കും ഇതിന്റെ പ്രദർശനാനുമതി നൽകണമോ വേണ്ടയോ എന്നതിലൊരു തീരുമാനമുണ്ടാകുക. ഇതിനുശേഷം ഈ ഹർജി പരിഗണിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ സെൻസർ ബോർഡിനോട് എന്താണ് സംഭവിച്ചതെന്ന്, അല്ലെങ്കിൽ എന്താണ് ഇതിന് പ്രദർശനാനുമതി നൽകാത്തതിന്റെ കാരണം കാണിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ വൈകിട്ടോടുകൂടി ഇതിന്റെ ഷോ കഴിഞ്ഞതിന് ശേഷം അവർ അന്തിമ തീരുമാനം ഈ സിനിമ അണിയറ പ്രവർത്തകരെ അറിയിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് അണിയറ പ്രവർത്തകർ കാത്തിരിക്കുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ പേര് മാറ്റണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് സിനിമയുടെ നിർമ്മാതാക്കളും സംവിധായകനും ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. കാരണം ജാനകി എന്ന പേര് ആ സിനിമയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ സംബന്ധിച്ച് അത്രയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. 3 ഭാഷകളിലായി ആണ് ഈ ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. 96 ഇടങ്ങളിലാണ് ജാനകി എന്ന പേര് പരാമർശിക്കുന്നത്. ഇതെല്ലാം മാറ്റി പുതിയൊരു പതിപ്പായി സിനിമ ഇറക്കണമെങ്കിൽ അത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകും. ഒരു രീതിയിൽ തന്നെ, അതായത് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഇതിന്റെ പോസ്റ്ററുകൾ, അങ്ങനെ വലിയ രീതിയിൽ തന്നെ ഈ സിനിമ വലിയൊരു സാമ്പത്തിക നഷ്ടം ഇതിനോടകം തന്നെ ഈ സിനിമയ്ക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം വീണ്ടും ഈ സിനിമ മൊത്തത്തിൽ പുതിയൊരു രൂപത്തിൽ ഇറക്കുക എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാവും. സാമ്പത്തികം ഇരട്ടിയായി തന്നെ ഇവർക്ക് നഷ്ടപ്പെടും. അത് അനുവദിക്കരുത് എന്നൊരു കാര്യം കൂടിയാണ് ഈ അണിയറ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ സംവിധായകൻ അല്പസമയം മുമ്പ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്, ഇങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറാൻ ഇത് താലിബാൻ അല്ലല്ലോ ഇവിടെ ഭരിക്കുന്നത് എന്ന തരത്തിലുള്ള കേന്ദ്രത്തെ അല്ലെങ്കിൽ സെൻസർ ബോർഡിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി അല്പസമയം മുൻപ് ഒരു കേന്ദ്രമന്ത്രി, ഒരു ജനപ്രതിനിധി നായകനായിട്ടുള്ള ഒരു സിനിമയ്ക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അവിടെ പരസ്യമായ നിലപാട് വ്യക്തമാക്കി സംവിധായകൻ പ്രവീൺ നാരായണൻ ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയിട്ടുമുണ്ട്. ദൈവങ്ങളുടെ പേര് സിനിമയ്ക്ക് കൊടുക്കരുതെന്ന് പറയാൻ. ഇവിടെ ഭരിക്കുന്നത് താലിബാൻ അല്ലല്ലോ. ദൈവങ്ങളുടെ പേര് ഒഴിവാക്കിയാൽ ഹിന്ദുവിന് പിന്നെ എന്ത് പേരാണുള്ളത്? ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് നിലപാടാണിത് എന്ന രൂക്ഷമായ വിമർശനം തന്നെ സംവിധായകൻ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ വ്യക്തമായൊരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല? അങ്ങനെ ഒരു ഈ പരാതിക്ക് പിന്നിൽ, അല്ലെങ്കിൽ സെൻസർ ബോർഡ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? നവമി ദിനേശ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണൻ ഫേസ്ബുക്കിൽ അല്പസമയം മുമ്പ് കുറിച്ചൊരു പോസ്റ്റാണിത്. അതായത് ദൈവങ്ങളുടെ പേര് സിനിമയ്ക്ക് കൊടുക്കരുതെന്ന് പറയാൻ ഭരിക്കുന്നത് താലിബാൻ അല്ലല്ലോ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നവമി, ഈ വിഷയത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ സെൻസർ ബോർഡ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്? ആദ്യത്തെ കാര്യം, സെൻസർ ബോർഡ് ഈ ചിത്രം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ജാനകി എന്ന പേര് അത് മാത്രമേ അവർക്ക് മുന്നിലുള്ളൂ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേര് മാത്രമേ ഉള്ളൂ. അതിലാണ് ജാനകി എന്ന പേര് ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയത്. ഒപ്പം ഈ സിനിമയിൽ ഈ പേര് പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ളത്. അത് വാക്കാൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, രേഖാമൂലം അത് അറിയിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്നുള്ളൊരു വിശദീകരണം ഇത്
പിന്നീട് ഈ സെൻസർ ബോർഡിലെ അംഗങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് അണിയറ പ്രവർത്തകർക്ക് മനസ്സിലാകുന്നത് ജാനകി എന്നത് ഹൈന്ദവ ദൈവമായിട്ടുള്ള സീതയുടെ മറ്റൊരു പേരാണ്. അങ്ങനെ ഒരു പേര് സിനിമയ്ക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന ഒരു വിശദീകരണമാണ് അവർ നൽകുന്നത്. ഇത് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിൽ ഇപ്പോൾ മറ്റ് ദൈവങ്ങളുടെ പേരിലുള്ള സിനിമകൾ ഇറങ്ങുകയോ അല്ലെങ്കിൽ ദൈവങ്ങളുടെ പേരുള്ള സംവിധായകരുണ്ടെങ്കിലോ അവരുടെ ഒക്കെ പേര് ഇതിൽ നിന്നും ഒഴിവാക്കണമെന്ന് പറയുന്നത് അത് വലിയ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. അതിനപ്പുറത്തേക്ക് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മറുപടിയാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ഈ സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് കടക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് നിർമ്മാതാക്കൾ പറയുന്നത്. സിനിമയിൽ യാതൊരുവിധ മാറ്റവും വരുത്തുവാൻ അവർ ഉദ്ദേശിക്കുന്നതുമില്ല. ഇതിനു മുൻപ് തന്നെ മറ്റൊരു പത്മകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകനും സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായി. അദ്ദേഹത്തിന്റെയും കഥാപാത്രം ജാനകി എന്ന പേരായിരുന്നു. അത് മാറ്റണമെന്ന് പറയുകയും പിന്നീട് അദ്ദേഹം മറ്റൊരു പേര് നൽകിക്കൊണ്ടാണ് സിനിമ പ്രദർശനത്തിൽ എത്തുകയും ചെയ്തത്. പക്ഷെ ആ നടപടി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ അണിയറ പ്രവർത്തകർ നടത്തില്ല. സംവിധായകൻ തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട് പേര് മാറ്റി ആ ചിത്രം പ്രദർശിപ്പിക്കുവാൻ തങ്ങൾക്ക് ആ രീതിയിലേക്ക് പോകും. വിവരങ്ങൾ നൽകിയത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് സിനിമയെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഏറെ നിർണായകമാണ്. റിവ്യൂ കമ്മിറ്റി നാളെ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം നിലപാട് വ്യക്തമാക്കും. സെൻസർ ബോർഡ് അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ സിനിമയുടെ പ്രദർശനാനുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.